എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടകയുടെ കൾണറി കൾച്ചറിൽ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് സെർവ് ചെയ്യുന്നതിലും ഉണ്ടൊരു പ്രത്യേകത. ചൂടോടുകൂടി ഡ്രൈഡ് പാം ലീവ്സ് കൊണ്ടോ ബനാന ലീവ്സ് കൊണ്ടോ ഉണ്ടാക്കിയ ബൗള് പോലെയുള്ള ഒരു പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത്. അതാണ് ഇതിന് ദൊണ്ണെ ബിരിയാണി എന്ന് പേര് പറയുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആകുന്നവരെ കഴുകിക്കൊണ്ടിരിക്കണം. പിന്നെ ഫ്ലോയിങ് വാട്ടറിലാകുമ്പോൾ വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു കൊളാണ്ടറിൽ ഇട്ട് വെച്ചാൽ ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ഊറിപ്പോയിക്കോളും. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ ഊറി നല്ല വൃത്തിയുള്ള ചിക്കൻ പീസസ് ആയിട്ട് കിട്ടും. പിന്നെ അപ്പോൾ തന്നെ സിങ്കും ഡിഷ് വാഷ് ജെല്ല് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയാൽ സിങ്കും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി റെഡ് ചില്ലി അല്ല, സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയില്ലേ, കളർ ഇതിന് വേണ്ട കേട്ടോ. കാരണം ഇതൊരു ഗ്രീൻ കളറിലാണ് വരും. നമ്മളൊരു ഗ്രീൻ പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് സാധാരണ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്, നല്ല തിക്കായിട്ടുള്ള കേട് ചേർക്കണേ. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമൺ ഞാനിവിടെ സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഏകദേശം ഒരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണ്ട. ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യണം. 1 മണിക്കൂറല്ല 2 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. മോൻ്റെ കോളേജിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് ദൊണ്ണെ ബിരിയാണി ഇങ്ങനെ കണ്ടപ്പം ഞാൻ വന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ അന്നേരമാണ് ഈ റെസിപ്പി കാണുന്നത് തന്നെ. പിന്നെ കുട്ടികളുടെ കർണാടക ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ അമ്മമാരുടെ അടുത്ത് നിന്നൊക്കെ കുറച്ചൊക്കെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തു. പിന്നെ യൂട്യൂബിൽ 1-2 റെസിപ്പീസൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് ജീര റൈസ് ഇല്ലേ, ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1 അവർ തന്നെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേ ശരിക്കും ആ കറക്റ്റ് വേവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള റൈസ് എത്ര നേരം സോക്ക് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിതിപ്പം 1 അവർ തന്നെ സോക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 3 ഗ്ലാസ് 250 ml 3 ഗ്ലാസ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. This castle of sand, we hear the rush. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ സെർവ് ചെയ്ത ബിരിയാണിക്ക് ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ, അതിൻ്റെ മെയിൻ റീസണ് ഈ ഗ്രീൻ ലീവ്സ് ആണ്. ഇത് 1 കപ്പ് കോറിയാണ്ടർ ലീവ്സ് അരിഞ്ഞതാണ്, 1 കപ്പ് മിൻറ്റ് ലീവ്സും, പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിൽ യൂസ് ചെയ്യാത്ത ഒരു ലീവ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ മേത്തി ലീവ്സാണ്. ഇത് 1/2 കപ്പേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഇലയാക്കി വെച്ചതാണ്, അരിഞ്ഞിട്ടില്ല. മറ്റേത് രണ്ടും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഒരു 3.5 കപ്പ് ഒനിയൻ ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ശരിക്കും ബിരിയാണി പോട്ടിൽ തന്നെ ചെയ്തെടുക്കുക ഇത്. ഞാൻ പിന്നെ എൻ്റെ പോട്ട് വലുതാണ്, അതുകൊണ്ടാണ്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 3 സിനമൺ സ്റ്റിക്ക് ഇടുന്നുണ്ട്. അത് ഓരോ ഇഞ്ച് വലിപ്പത്തിലുള്ളതാണ് 3 എണ്ണം. പിന്നെ അതുപോലെ 7 ക്ലൗസ് ഇടുന്നുണ്ട്, 7 കാർഡമം ഇടുന്നുണ്ട്. പിന്നെ ഒരു
1 ടേബിൾ സ്പൂണോളം പെപ്പർ കോൺ ഇടുന്നുണ്ട്, ഹോൾ പെപ്പറാണ്. അതുപോലെ സ്ലൈസ് ചെയ്ത ഒനിയൻ 2 കപ്പ് ചേർക്കുന്നുണ്ട്. ഈ പെപ്പർ കോണിൻ്റെ അളവ് സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. അത് നല്ല എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഡാർക്ക് ബ്രൗൺ ഒന്നും ആകണ്ട, ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോഴേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരും. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല, ഉള്ളിയല്ലേ ഉള്ളത്, അപ്പോൾ അത്ര വെറ്റായിട്ട് തന്നെ ഉണ്ടാകും. അങ്ങനെ വെള്ളം ചേർക്കേണ്ട മോയ്സ്ചർ ഉണ്ടാവും എന്തായാലും. ഫ്ലെയിം ഒന്നും ഓഫാക്കണ്ട കേട്ടോ. ഇതിലേക്ക് തന്നെ ഞാനൊരു 12 പച്ചമുളക് ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ടിടുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച മല്ലിയിലയും പുതിനയിലയും പിന്നെ മേത്തി ലീവ്സില്ലേ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. തണുത്ത് കഴിയുമ്പം രണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് രണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള വെള്ളം നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പം റൈസ് ഇടുമ്പം തന്നെ ബോയിലിംഗ് വാട്ടർ തന്നെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് വരുമല്ലോ. ഇനി ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല പേസ്റ്റ് ആക്കി വെച്ചു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചു, എല്ലാം ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 4-5 കാർഡമം ചേർക്കണം. അതുപോലെ 4-5 ക്ലൗസും ചേർക്കാം. പിന്നെ ഒരു സ്റ്റാർ അനീസ് ചേർക്കുന്നുണ്ട്. അതുപോലെ മെയ്സ് ഫ്ലവറില്ലേ അത് ചേർക്കുന്നുണ്ട് ഒരെണ്ണം. ഇനി 2 ബേ ലീവ്സ് ചേർക്കുന്നുണ്ട്. ഇത് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും, അത് 1-2 പീസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 കപ്പോളം സ്ലൈസ് ചെയ്ത ഒനിയൻ ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മാറണം. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൈസസ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷാജീര 1 ടീസ്പൂണോളം ചേർക്കണം. അതിപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് തന്നെ ഇതും മൂത്ത് വന്നോളും. ഇനി ഈ ഗോൾഡൻ ബ്രൗൺ ആയ ഉള്ളിയിലേക്ക് ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിടുന്നുണ്ട്. ഇത് വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 ചെറിയ മീഡിയം സൈസുള്ള ടൊമാറ്റോ എടുത്താൽ മതി. ഒന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതും ടൊമാറ്റോ മാഷായി വരുമ്പോഴേക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇത് രണ്ടും കൂടി. ടൊമാറ്റോ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ചിക്കൻ നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്ലഷ് കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മറ്റേ മസാലയും ഉള്ളിയും ചിക്കനെല്ലാം ആയിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ വൈറ്റ് കളറിലേക്ക് വരുമ്പോഴേക്ക് തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി അഥവാ വെള്ളം വന്നിട്ടില്ലെങ്കിൽ ഒരു 1/2 കപ്പ് ബോയിൽ വാട്ടർ ചേർത്താൽ മതി.
ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ട ചിക്കനിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു പകുതി വേവെല്ലാം ആയിട്ടുമുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ഉള്ളീൻ്റെ പേസ്റ്റ് ഇല്ലേ, പച്ച മസാലയല്ല ഉള്ളീൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ആക്കണം ആ പേസ്റ്റ്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3/4 കുക്കാകുന്നവരെ കുക്ക് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് മസാല കൂടിയിട്ട് ഏകദേശം 1 കപ്പോളം വെള്ളം ഈ പാത്രത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അളന്നൊഴിക്കണം. ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നോക്കി, അതിന് അളവ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഒരു തവി വെച്ച് കോരി എടുത്തിട്ട് എത്ര കപ്പ് വെള്ളം ഉള്ളതെന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് 250 ml 1 കപ്പോളം മസാല കൂടിയ വാട്ടർ ഉണ്ട് ഇതിനകത്ത്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഒഴിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല റൈസാണ്. ഇതിന് കറക്റ്റ് നമ്മൾ സാധാരണ ജീരകശാല റൈസിന് 1 കപ്പിന് 1.5 കപ്പാണ് എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ 1 കപ്പിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോഴേ ശരിയായിട്ട് വെന്ത് വരുന്നുള്ളൂ. അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിക്കേണ്ടത്. 1 കപ്പ് ഓൾറെഡി ഇതിലുള്ളത് കൊണ്ട് ഞാൻ 5 കപ്പ് ബോയിലിംഗ് വാട്ടറാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇനി ഉപ്പ് ചേർക്കാം. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് വേണം വെള്ളത്തിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് റൈസിന് കറക്റ്റ് അളവിൽ ഉപ്പ് ആകുള്ളൂ. വെള്ളം ഇപ്പോൾ നല്ലോണം ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ബോയിൽ ചെയ്യും, നമ്മൾ ഓൾറെഡി ഹോട്ട് വാട്ടർ അല്ലേ ഒഴിച്ചിട്ടുള്ളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്ത് വരും. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഗ്രീൻ മസാലയില്ലേ അത് ചേർക്കാം. ഇത് ചേർത്തിട്ട് നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് നേരത്തെ സോക്ക് ചെയ്തിട്ട് ഞാനത് ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി, അത് ചേർക്കണം. 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത അരിയായിരുന്നു, നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നോ. അതുപോലെ ഓരോരുത്തരുടെ റൈസും വേകാനുള്ള വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെയ്യണേ. നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ തിരിയുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡിന് എത്ര കപ്പ് വെള്ളം വേണം വേകാൻ എന്നുള്ളത്, അത് നോക്കിയിട്ടേ വെള്ളം ഒഴിക്കാവേ. വെള്ളം ഊറാൻ വെച്ച അരി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഈ നാരങ്ങനീര് ചേർത്തതിന് ശേഷം പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് പഴയൊരു ഫ്രൈ പാന് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ അരി ഇങ്ങനെ മുകളിലെത്തൂലേ, ആ ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ഈ ചൂടായ ഫ്രൈ പാനിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാം. ഫ്രൈ പാൻ നല്ലതുപോലെ ഹോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യണം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് താഴെയുള്ള റൈസ് എല്ലാം ഒന്ന് മുകളിലേക്ക് വരുന്ന പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് ഞാൻ, ഗീയിൻ്റെ. ഇത് വേണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. എന്നാലും ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം വീണ്ടും അടച്ചിട്ട് ഒരു 5 മിനിറ്റ്സ്, ഇപ്പം ഫ്ലെയിമൊക്കെ ഓഫാണ്, വെറുതെ ഒരു 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വരും. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു സോഫ്റ്റ് മിക്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്ഥിരം ഉണ്ടാക്കുന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും കളറും ഒക്കെ രുചിയും ഒക്കെ മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. When all of my tears are running dry, who'll take me back to the top?